ഇന്ന് നമ്മളൊരു വീടുണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിൻ്റെ രൂപം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ. കുറച്ച് കാർഡ്ബോർഡ് പീസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത്, അതായത് ഒരു അറിവാകുന്ന പ്രായം തൊട്ട് എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് തന്നെയായിരിക്കും അല്ലേ. പിന്നെ വാഹനങ്ങളോ എന്തെങ്കിലും, ടൂ വീലറോ ഫോർ വീലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം നമ്മളും ഇന്ന് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഏറ്റവും ലെങ്ത് വരുന്ന കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. ഇത് അതിനെക്കാട്ടിൽ ലെങ്ത്ത് കുറവാണ്. ഈ വരുന്ന പീസുകൾക്കെല്ലാം സെയിം, അതായത് വിട്ടിൽ ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ. സെയിം ലെങ്ത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയും ഒരു ചിമ്മിനിയും. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നോക്കാം കേട്ടോ. ഇതാണ്ട് ആ ലെങ്ത്ത് വരുന്ന പീസുകളെല്ലാം ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഏറ്റവും വിട്ട് വരുന്നതല്ല, അതിലും കുറച്ചുകൂടെ ഒരു വിട്ട് കുറഞ്ഞതില്ലേ, അത് നമ്മളിങ്ങനെ രണ്ടെണ്ണം ആ സെയിം ലെങ്ത്തിൽ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന കേട്ടോ. ഇതിങ്ങനെ ഏറ്റവും താഴെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ബാക്കി വരുന്നതല്ല അതായത് വിട്ട് കുറഞ്ഞ പീസുകളെല്ലാം ബാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ വീടിൻ്റെ മേൽക്കൂര ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ ഒന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലൂ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, ഏത് കളർ കോമ്പിനേഷൻ വേണേലും കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ സ്വപ്ന ഭവനമല്ലേ, അപ്പം കളറും ചെയ്തിട്ട് നോക്കാവേ. ഇത് കണ്ടോ, ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഇത് കണ്ടോ, ഇവിടെ ആയിട്ട് നമ്മൾ ഏറ്റവും വീതി വരുന്ന ആ പീസില്ലേ, അതിവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഒന്ന് മറന്നു ചിമ്മിനി, ഇതും കൂടെ ഒട്ടിക്കണേ. ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് റെഡിയായി. ഇനി കുറച്ച് ആൾക്കാരും ആഡംബരത്തിനൊരു വണ്ടിയും ഒക്കെ മുറ്റത്ത് വേണ്ടേ. ഇതാണ്ടേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നമ്മളുണ്ടാക്കിയ വീട് റെഡിയായി. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.